ആറ്റുകാൽ പൊങ്കാലയോളം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് പൊങ്കാലയ്ക്ക് ശേഷമുള്ള തിരുവനന്തപുരത്തിന്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ചർച്ചാ വിഷയമാകാറുണ്ട്. കഴിഞ്ഞ തവണ വരെയും ഇത്തരത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് ഇത്തരത്തിൽ പൊങ്കാലയിട്ട ഇടങ്ങളെല്ലാം ക്ലീൻ ചെയ്തത് എന്നുള്ള വാർത്തകൾ അന്നും ഇന്നും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP കോർപ്പറേഷൻ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. വലിയ രീതിയിൽ ഒരു പരാജയമാണ് ഈ പറയുന്ന ക്ലീനിങ്ങിൽ അവർക്ക് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ഈ പറയുന്ന BJPയുടെ ഒരു പരാജയം തന്നെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്? ഇപ്പോ ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാല സമയത്ത് അവിടെ വെറുതെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. സ്ഥിരമായി കാണുന്നൊരു കാര്യമാണ് അവിടുത്തെ കൃത്യമായ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് വെള്ളം കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഗതാഗത നിയന്ത്രണമായിക്കോട്ടെ, ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി നടക്കും. ഒരു 3:30 മണിയോടുകൂടി എല്ലാവരും തിരിച്ച് ഈ പറഞ്ഞ ആറ്റുകാലിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന വിഷ്വൽസ് ഒക്കെ ഭയങ്കര പ്രസിദ്ധമാണ്. ഇതിനുശേഷം ഇത്രയും ആൾക്കാർ വീട്ടിലെത്തുന്നതിന് മുൻപ്, ഇപ്പൊ ഞാനടക്കം വെറുതെ കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും തിരികെ വീട്ടിലെത്തുന്നതിന് മുൻപ് ആറ്റുകാൽ ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ ഈ പൊങ്കാലയിട്ട റോഡരികുകളെല്ലാം തന്നെ വൃത്തിയാകുന്നത് കഴിഞ്ഞ എല്ലാ വർഷവും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ആറ്റുകാൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കരമനയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും ഒരു ഭാഗത്തേക്ക് കരമന കഴിഞ്ഞ് അങ്ങോട്ട് കുണ്ടമൻകടവ് പാലം സൈഡിലേക്കും അതുപോലെ തന്നെ പട്ടം, നാലാഞ്ചിറ, അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് പേരൂർക്കട സൈഡിലേക്ക് 4 വശത്തേക്കും പല വഴിക്ക് റോഡരികുകളിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ റോഡുകളെല്ലാം തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരം അതുപോലെ തന്നെ ഈ പറഞ്ഞ റോഡുകളെല്ലാം തന്നെ ഒരു 5 മണി മാക്സിമം 6 മണിക്കുള്ളിൽ കൃത്യമായി വൃത്തിയാക്കി കഴുകിയിടുന്ന ഒരു സിസ്റ്റം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ കഴിഞ്ഞ ഇടതുപക്ഷം ഉണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നയിച്ചിരുന്ന കാലത്തും ഇത് കൃത്യമായി തന്നെ നടത്തിയിരുന്നു. ഇതെല്ലാം നമ്മൾ പറയേണ്ട ഒരു കാര്യമായിരുന്നില്ല. ഇത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ അഭിനന്ദനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ഇപ്പോൾ ഏറ്റവും ആദ്യമായി തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ഒരു മാർക്കറ്റ് ആക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് കുറെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അത് ചെയ്യുന്നു, കുറെ അധികം തൊഴിലാളികളെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്, 3500-ലധികം തൊഴിലാളികൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ 2 ദിവസം മുൻപ് അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കിയ ആൾക്കാരിൽ നിന്ന് ഈ പറഞ്ഞ ഫൈൻ ചുമത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും മേയർ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഒരു രാത്രിയോടുകൂടി കുറച്ച് ന്യൂസ് ചാനലുകളുടെ റിപ്പോർട്ട് കാണുകയാണ് 10 മണിയായിട്ടും പാളയത്ത് പോലും വേസ്റ്റ് വാരിക്കൂട്ടിയിട്ടിരിക്കുകയാണ്, എടുത്ത് മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ചിലർ പറയുന്നു ഇത് വെറുതെയാണ്, സമയത്തിന് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോഴും മനസ്സിലാകുന്ന കാര്യം, രാത്രിയോടുകൂടി നഗരമധ്യത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ടത് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ വേസ്റ്റ് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനിൽ വലിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇവന്റ് അല്ല, വലിയൊരു ഇവന്റ് ആണ്. ഇപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പണ്ടാരടുപ്പിൽ നിന്ന് തീ കൊടുത്തത് ശേഷം അതിനുശേഷം നിവേദ്യം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു തിരിച്ചുവരവുണ്ട്. ഈ സ്ത്രീകളെല്ലാം കിഴക്കേക്കോട്ടയിൽ നിന്ന് വരുന്ന ഒരു ഏരിയൽ വിഷ്വൽ ഉണ്ട്. എല്ലാ തവണയും വൈറലാകുന്ന ഒരു ഷോട്ടാണത്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അത്രയും ആൾക്കാർ വരുന്നുണ്ട്. കോവിഡ് കാലത്ത് പോലും അത്രയും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് കൃത്യമായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷന് പാകപ്പിഴ സംഭവിച്ചു പോയി. BJPക്ക് അവിടെ ഒരു പിഴവ് സംഭവിച്ചു പോയി. ഇപ്പോൾ മാറാത്തത് മാറുമെന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്യുന്നവർക്ക് ഇത് കൃത്യമായി നടത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പോൾ BJP പാർട്ടി എന്ന് പറയുന്നവർ എല്ലാ സ്ഥലങ്ങളിലും പ്രചാരണം നടത്തുന്ന വലിയൊരു ആയുധമാണ് ആത്മീയത അല്ലെങ്കിൽ മതം, ഹിന്ദുത്വം. ഇതൊക്കെ അവർ കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന, കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇതുപോലെ കേരളത്തിലെ തന്നെ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന, പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ പാകപ്പിഴകൾ സംഭവിച്ചു പോയി. VV രാജേഷിന്റെ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തതാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ വളരെ എളുപ്പത്തില് സുതാര്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെ ആയിരിക്കും ക്ലീനിങ് നടക്കാൻ പോകുന്നത്, അതിനുള്ള കൃത്യമായ പദ്ധതികളും കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ
എല്ലാം എവിടെയോ പാളിപ്പോകുന്ന ഒരു സാഹചര്യം. അതിനുശേഷവും ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ 10 മണിക്കും 12 മണിക്കും അവിടെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. രാവിലെ വരെയും ക്ലീനിങ് തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു രാത്രി സമയത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വി രാജേഷ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറയുന്നത് പോലെ ഇട റോഡുകളിൽ അല്ലെങ്കിൽ വീതി കുറഞ്ഞ വിസ്തീർണം കുറഞ്ഞ റോഡുകളിൽ മാത്രം ടിപ്പർ എത്താൻ വൈകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യക്കുറവുള്ളത് കൊണ്ട് ചിലയിടങ്ങളിൽ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ബാക്കി ഈ പറയുന്ന വലിയ റോഡുകളിലും മെയിൻ റോഡുകളിലെല്ലാം തന്നെയും ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് 2 മണി കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ് പൂർത്തിയായിട്ടുള്ളത്. അതുവരെയും ഈ 3500-ലധികമുള്ള തൊഴിലാളികൾ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എവിടെയാണ് പ്ലാനിങ്ങിൽ തെറ്റ് സംഭവിച്ചത്? വലിയ രീതിയിൽ PR ചെയ്യാൻ നിറഞ്ഞു നിന്നിരുന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ അനധികൃതമായി പിഴ ഈടാക്കി അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നും ഫൈൻ ഈ പറയുന്ന പേ ആൻഡ് പാർക്ക് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണം ഈടാക്കിയിരുന്ന ആളുകളെ പിടിക്കുന്നു. അതൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. സാധാരണക്കാർക്ക് വലിയ രീതിയിൽ അവർക്ക് എളുപ്പത്തിലെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പക്ഷേ എല്ലാം അവസാന നിമിഷം പടിക്കിലെത്തി കലമുടച്ചു എന്ന് പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ നിന്ന് പോയി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യാതെ, രാഷ്ട്രീയത്തിൽ ചർച്ചയില്ലാതിരിക്കുന്ന ഈ പറയുന്ന മുൻ മേയർക്ക് ഇപ്പോൾ അവിടെ ഒരു നല്ല ഇമേജ് എന്തായാലും ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയോടുകൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെ, ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ആറ്റുകാലിൽ നിന്ന് ഇത് കാണുന്ന ഒരു സമയത്ത് ഈ കൃത്യമായ ക്ലീനിങ് നടത്തുന്നത് കോർപ്പറേഷൻ സ്റ്റാഫ് മാത്രമായിരുന്നില്ല. ഈ പറഞ്ഞ യുവജന സംഘടനകൾക്കെല്ലാം ഇതിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു. അപ്പോ DYFI ആണെങ്കിലും അവിടുത്തെ SFIക്കാരാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും ഇതെല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ കാര്യം ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തായാലും BJP കോർപ്പറേഷൻ അല്ലേ, അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നൊരു മനോഭാവം ഉറപ്പായും അവിടെ ഉണ്ടാകും. ഈ മണക്കാട്, ഈ ആറ്റുകാൽ ഗ്രൗണ്ടിനടുത്തുള്ള മണക്കാട് ഏരിയയൊക്കെ വലിയ DYFIക്കാരുടെ വലിയ കോട്ടയാണ്. അവിടെ എല്ലാം സഖാക്കന്മാരുള്ള സ്ഥലമാണ്. നമുക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർ വിചാരിച്ചിട്ടുണ്ടാകാം ഞങ്ങൾ ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാകാം. ഈ പറഞ്ഞ കോർപ്പറേഷന്റെ മാത്രം ഉത്തരവാദിത്തമായി ഇത് മാറിയിട്ടുണ്ടാകാം. അങ്ങനെ പല പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടായിരുന്നു കുറച്ച് ഇടത് സൈബർ ഹാൻഡിലുകൾ പറയുകയാണ്, ആദ്യമായിട്ടൊന്നും അല്ല ഇവിടെ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നത്, അത് ഇങ്ങനെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ പെൻഷൻ തരുന്നുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കൃത്രിമ മഴയുടെ കാര്യമൊക്കെ പറയുന്നത്. ഏതൊരു പാർട്ടി എന്ത് ചെയ്താലും അതിനെ കൃത്യമായി ബ്രാൻഡ് ചെയ്യും. നിങ്ങൾക്കത് ബ്രാൻഡ് ചെയ്യാൻ അറിയില്ലായിരിക്കാം, പക്ഷെ അവർക്കത് ബ്രാൻഡ് ചെയ്യാൻ അറിയാം എന്നുള്ളത് മാത്രമേ ഇതിൽ വ്യത്യാസമായിട്ടുള്ളൂ. പിന്നെ ഈ പരസ്പരം പഴിചാരലുകളുണ്ട്. ഞാൻ പൊങ്കാലയ്ക്ക് 2 ദിവസം മുൻപ് ഒരു ബൈറ്റ് കണ്ടതാണ്. ആ പൊങ്കാല ഗ്രൗണ്ടിന്റെ അടുത്ത് സ്റ്റേജിന്റെ സൈഡിലായിട്ട് ചെളി കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കൗൺസിലർ പറയുന്നത് അത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല ഈ സ്ഥലം എന്ന്. അപ്പോൾ ആരുടെ പരിധിയിലാണ് വരുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു BJP ആദ്യമായിട്ടാണല്ലോ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇപ്പോ VV രാജേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് BJP ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ അവർക്ക് ഈ പറയുന്നത് പോലെ എല്ലായിടത്തും ഓടിയെത്താനും അത് പഠിച്ചു വരാനും സമയം ഉണ്ടായില്ല. ഇപ്പോൾ മുൻ മേയറായ ആര്യ രാജേന്ദ്രൻ അടക്കം തെറ്റുകൾ ചെയ്തപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പലരും കൂടെ നിന്ന് സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഈ പറയുന്ന വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന് താഴെയുള്ള കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, തിരുവനന്തപുരംകാര് വരുത്തി വെച്ചതല്ലേ ഇരി അവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പഴിചാരൽ നമ്മൾ കണ്ടിരുന്നു. അതായത് മനഃപൂർവ്വം ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പറയുന്ന പാർട്ടി ഭേദമന്യേ മതഭേദമന്യേ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ ക്ലീനിങ്ങിൽ കൂടിയിരുന്ന പലരും ഇത്തവണ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾക്ക് പണം നൽകി നിർത്തുന്നതും അതല്ലാതെ ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞ് സ്വയമേ മുന്നിട്ടിറങ്ങി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്ക് കൃത്യമായി അറിയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. ഈ പറയുന്ന തൊഴിലാളികൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പരിമിതികളുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാലിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്ലീനിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഇനിയിപ്പോ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇത്രയും നാൾ ഞങ്ങൾ ചെയ്യുമ്പോൾ കുറ്റം കണ്ടുപിടിച്ചവരല്ലേ, ഇനി അവർ ചെയ്യുന്ന അങ്ങ് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് നോക്കാം എന്താകുമെന്ന് ഒരു വാശി അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് BJPക്ക് എന്തായാലും ഒരു തിരിച്ചടി ആയിട്ടുണ്ട്. ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാല വലിയ രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിടത്ത് നിന്നും വലിയൊരു ഫ്ലോപ്പായി ഒരു തിരിച്ചടി തന്നെ BJPക്ക് വരുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇപ്പോ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണെങ്കിലും ഇപ്പോഴത്തെ മേയറായിരിക്കുന്ന VV രാജേഷ് ആണെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് തന്നെയാണ് മനുഷ്യർ പഠിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ, പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ എവിടെയാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇതെല്ലാം മാറ്റാൻ തയ്യാറാകുമ്പോഴാണ് ഈ പറഞ്ഞ ഈ നേതൃത്വ മികവ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം പരിശോധിച്ച് അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൃത്യമായി തന്നെ പ്രവർത്തിക്കാൻ അവർക്കെല്ലാം സാധിക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുള്ളൂ.